ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബീഫ് ഡീപ്പ് ഫ്രൈ ആയിട്ടാണ്, നമ്മുടെ BDF എന്നൊക്കെ പറയുകയല്ലേ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നത് ആ BDF തയ്യാറാക്കാമെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നിതേ ഞാനൊരു 3-4 കഷ്ണം ബീഫും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടോ ചില വലിപ്പത്തിൽ എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിന്നൊരു ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാം. BDF എന്നൊക്കെ പറയല്ലേ, നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് നമുക്ക് വറുത്ത് പോരാം. അതിന് നമുക്ക് ഈ ബീഫ് ഒരിച്ചിരി ഉപ്പും ഒരിച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതുപോലെ തന്നെ ഈ വലിപ്പത്തിൽ കുക്കറിനകത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാവേ. നമ്മൾ സാധാരണ ബീഫ് മേടിച്ചത് ചെറിയ കഷ്ണങ്ങളാക്കി ഇത്രയുള്ള പീസുകളാക്കി ഞാൻ കഴുകി ഇട്ടേക്കുന്നതാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾ പൊടിയും കൊണ്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഒത്തിരി അങ്ങ് വേവിച്ച് കുഴന്ന് പോകരുത്. ഒരു 3/4 വേവാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ അങ്ങനെ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബീഫ് ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബീഫ് നല്ല നീളമുള്ള കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് ഞുറുക്കിയെടുക്കാവേ. ഇനി നമ്മുടെ ബീഫ് BDF ഡീപ്പ് ഫ്രൈക്കുള്ള ബീഫ് നമ്മളിത് കഷ്ണങ്ങളായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ട് നീളത്തിൽ. ഇതിൽ നീളമുള്ള കഷ്ണങ്ങൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണേൽ എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പുരട്ടി വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാനായിട്ട് ഉള്ളൊരു കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടുന്നുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് എടുക്കാവേ. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് ഡീപ്പ് ഫ്രൈക്കുള്ള കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഉപ്പ് ഒരു ശകലം എടുത്തിട്ടുള്ളൂ. നമ്മൾ ബീഫിനകത്ത് ഉപ്പിട്ട് വേവിച്ചുകൊണ്ട് 1/4 സ്പൂണ് നമ്മുടെ മീറ്റ് മസാല, ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 സ്പൂണ് നമ്മുടെ കോൺഫ്ലവർ, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല. ഇനി നമുക്കിതിനകത്ത് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സ്പൂണ് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുളക് പൊടി. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇത് നല്ലപോലെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ശകലം വെള്ളം ഒഴിച്ചിട്ട് ഒന്നെങ്കിൽ ഒരു ശകലം നാരങ്ങാനീര് ഒഴിക്കുക, അല്ലെങ്കിൽ ഇച്ചിരി വിനാഗിരി ഒഴിക്കുക. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു അരമുറി നാരങ്ങാനീരാട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കൊരു അരമുറി നാരങ്ങാനീരും കൂടെ ഒഴിച്ച് സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാതെ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് വേണ്ട വെള്ളം നോക്കിയിട്ടേ ഒഴിക്കാവുള്ളൂ. ഒത്തിരി വെള്ളം അങ്ങനെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കണ്ട. നമുക്ക് ഒത്തിരി ബീഫില്ല, ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, സ്വല്പം എടുത്തിട്ടുള്ളൂ. ഉപ്പും പുളിയൊക്കെ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്തെങ്കിലും കുറവ് നമുക്ക് തോന്നുവാണെങ്കിൽ അത് ഈ സമയത്ത് തന്നെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഇട്ടൊന്ന് ബീഫ് കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതെല്ലാം നല്ലപോലെ ഒത്തിലൊന്ന് പിടിച്ച് ഒരു 2 മണിക്കൂർ എങ്കിലും കുറഞ്ഞ് ഇതെല്ലാം കൂടി ഒന്ന് തിരുമ്മി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കണം. എന്നാലേ ഇത് നല്ലപോലെ പിടിച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ട്, അല്ലെങ്കിൽ ഈ മസാല എല്ലാം കൂടി ഈ ബീഫേൽ പിടിക്കണ്ടേ, അപ്പോൾ പിടിച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലപോലെ അടപ്പുള്ള പാത്രത്തിനകത്തേക്ക് നമുക്കിത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്കൊരു 2 മണിക്കൂർ കഴിയുമ്പം, ഇപ്പോൾ നാളത്തേക്കൊക്കെ ആണെങ്കിൽ ഇന്ന് നമുക്ക് എടുത്ത് എല്ലാം കൂടെ തിരുമ്മി വെച്ചാലും മതി. എന്നിട്ട് നമുക്ക് വറുത്ത് നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് ഇതെല്ലാം ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാവേ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം, BDF ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇത് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മൾ മറ്റുള്ള ഓയിലുകൾക്കകത്ത് ഒഴിച്ച് അത്രയും ടേസ്റ്റ് വരികയല്ലേ. അപ്പോൾ നമുക്ക് ഒത്തിരി ഒന്നുമില്ല, നമുക്ക് കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാനിത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്കതൊന്ന് വറുത്ത് കോരിയെടുക്കാവേ. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായി. നമ്മളിത് തിരുമ്മി വെച്ചിരിക്കുന്ന 2 മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ബീഫ്. ഇനിയിപ്പോൾ നമുക്കത് അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. നല്ലപോലെ എണ്ണ ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഒന്നൊന്നേ മുട്ടാതെ നമുക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ മസാല എല്ലാം ഇങ്ങനെ പുരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് അത് ചിലപ്പം ഒട്ടിപ്പിടിച്ച്
നമുക്കൊരു 2 ട്രിപ്പായിട്ട് വറുത്ത് കോരിയെടുക്കാം. നമുക്ക് വലിയ തിരക്കൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വറുത്ത് കോരിയെടുക്കുന്ന പറഞ്ഞാൽ പിന്നെ നമുക്കത് ആ എണ്ണ വേസ്റ്റായി പോകും. അതുകൊണ്ടാട്ടോ. അങ്ങനെ നമ്മുടെ തിളച്ച എണ്ണയ്ക്ക് അത് നല്ലപോലെ ഒരു സൈഡൊന്ന് മൂത്തിട്ട് ഇളക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ആ മസാല എല്ലാം കൂടെ അവത്തേലേക്ക് ഇങ്ങനെ എണ്ണയ്ക്കകത്തതായി പോവേ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി എല്ലാവരും തിരിച്ചിടാം. നമ്മൾ ബീഫ് നല്ലപോലെ വെന്ത ബീഫായതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങനെ വേകണ്ട. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ നല്ല ക്രിസ്പി ആകണം. എന്നാൽ നല്ല അകമൊക്കെ നന്നായിട്ട് നമ്മൾ വേവിച്ചിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് കോരിയെടുക്കാം കേട്ടോ. ഒത്തിരി സമയമിട്ട് മൂപ്പിച്ച് അങ്ങനെ കരിച്ച് പുകച്ച് കളയൊന്നും വേണ്ട. നമുക്ക് ഒരു ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഫ്രൈ ആക്കി തിരിച്ചും മറിച്ചിട്ടൊന്ന് ഇളക്കിയെടുത്തേച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളാണ് നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ. ഇതൊരു ട്രിപ്പ് നമ്മളിത് ഇത് വറുത്ത് കോരുവാണ്. അപ്പോൾ നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ഇത് ഇച്ചിരൂടെ പെട്ടെന്ന് മൂത്തോളും. എന്നാന്ന് ചോദിച്ചാൽ എണ്ണ അത്രയും നല്ല ചൂടായി കിടക്കുന്നുണ്ട്. ഇതും അതുപോലെ തന്നെ ഒന്ന് തിരിച്ചും മറിച്ച് വിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ നമ്മളിത് എടുക്കാൻ നേരത്ത് നമുക്ക് 2 മുളകും ഇച്ചിരി കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് കോരിയെടുക്കാം. അതൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. ഇപ്പം നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ ഒരു 2 കൊമ്പുമുളകും ഇച്ചിരി കറിവേപ്പില എല്ലാം കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ കൂടെ ഇട്ടൊന്ന് വറുത്ത് കോരി നമ്മുടെ ഡീപ്പ് ഫ്രൈ കാണാനായിട്ടൊരു ഭംഗിയുണ്ട്. മുളക് എപ്പോൾ ഇട്ടാലും ഈ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമുക്കിതും ഇതുപോലെ തന്നെയാണ് കോരിയെടുക്കാവേ. അങ്ങനെ നമ്മുടെ എളുപ്പത്തിലുള്ള ബീഫ് ഡീപ്പ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ബീഫ് ഫ്രൈ BDF റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിൽ നല്ല എരിവും നല്ല ചെറിയൊരു പുളിയും നല്ല ടേസ്റ്റും ഒക്കെ ഇടാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള. ഇനിയിപ്പോൾ വലിപ്പമൊക്കെ ഇച്ചിരി കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം. നല്ല അടിപൊളിയായിട്ടുള്ള BDF റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയും ബീഫ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയും തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ, താങ്ക് യു.